ലോസ്റ്റ് സിറ്റി അല്ലെങ്കിൽ നഷ്ടപ്പെട്ട നഗരം എന്ന വാക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ശരിക്കും എന്താണ് ലോസ്റ്റ് സിറ്റി എന്ന് നമുക്ക് ആദ്യം നോക്കാം. ലോസ്റ്റ് സിറ്റികൾ ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. അത് ഒരു യുദ്ധമാകാം, പ്രകൃതിയുടെ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന വരൾച്ച, പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികൾ, പ്രകൃതി ദുരന്തങ്ങൾ, സാമ്പത്തികമോ സാമൂഹികമോ ആയ പ്രശ്നങ്ങൾ. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ കൊണ്ടോ ഒരു നഗരത്തിൽ നിന്നും ഒന്നിച്ചോ അല്ലെങ്കിൽ പടിപടിയായോ മനുഷ്യൻ അവരുടെ വാസസ്ഥലം ഉപേക്ഷിച്ചു പോകുമ്പോൾ അവർ വസിച്ചിരുന്ന ഇടം ഒറ്റപ്പെടുന്നു. അതോടെ അവിടെ മനുഷ്യരുടെ സാന്നിധ്യം ഇല്ലാതെയാകുന്നു. അവർ നിർമ്മിച്ച നിർമ്മിതികളൊക്കെ പ്രകൃതിയിൽ കാലക്രമേണ ലയിച്ചു പോകുന്നു. പിന്നീട് നശിച്ചു പോകുന്ന ഈ ഇടം മണ്ണടിയുന്നു. എങ്കിലും ഇങ്ങനെയുള്ള ഇടങ്ങൾ വിട്ടുപോകുന്ന മനുഷ്യർ തങ്ങൾ ഇങ്ങനെയൊരു സ്ഥലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ തലമുറകളായി വായ്മൊഴികളായി കൈമാറി വരുന്നു. ചിലർ അത് എഴുതി വയ്ക്കുകയും ചെയ്യുന്നു. കാലക്രമേണ ഈ പേര് പോലും മനുഷ്യൻ മറന്നുപോകുന്നു. ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ നഗരങ്ങൾ ഒരുപാടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് നഗരങ്ങൾ വീണ്ടെടുത്ത ചരിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ പ്രധാനമായും നമുക്ക് പറയാൻ സാധിക്കുന്നത് പെറുവിലെ ഉറുമ്പാമ്പ താഴ്വരയിലെ പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന കൊളംബിയൻ കാലഘട്ടത്തിന് മുൻപുള്ള ഇൻകകളുടെ ഇഷ്ടനഗരമായിരുന്ന മാച്ചു പിച്ചു എന്ന സ്ഥലമാണ്. സ്പാനിഷ് അധിനിവേശവും പടർന്നു പിടിച്ച വസൂരിയും കാരണം മനുഷ്യർ ഉപേക്ഷിച്ചു പോയ ഈ നഗരം 1572 ഒറ്റപ്പെടുന്നു. മാത്രമല്ല, ഗ്രീക്ക് നഗരമായിരുന്ന ഹെലിക്കെ, ഈജിപ്റ്റ് നഗരമായിരുന്ന അക്കോറ്റാറ്റൈൻ, ഇന്ത്യയിലെ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ധോളവീര, ദ്വാരക, കാളിബംഗർ, ലോത്തർ, ഇതൊക്കെ ഇങ്ങനെ കണ്ടെത്തിയ നഗരങ്ങളിൽ ചിലത് മാത്രമാണ്. പക്ഷേ ഇന്നും ചരിത്രങ്ങളിൽ കുറിക്കപ്പെട്ടതും സാങ്കല്പികമായതും വായ്മൊഴികളായി കൈമാറി വന്നതുമായ ഒരുപാട് നഗരങ്ങളുടെ പേരുകൾ ഉണ്ട്. അതൊക്കെ ഇന്നും കണ്ടെത്തപ്പെടാത്തതായി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. ഈജിപ്തിലെ തിനിസ്, കിഴക്കൻ ഏഷ്യയിലെ വാങ്ജിയോങ്, അമേരിക്കയിലെ എൽ ഡൊറാഡോ, ബ്രസീലിലെ ലോസ്റ്റ് സിറ്റി ഓഫ് സെഡ്, ഇതൊക്കെ ഇന്നും കണ്ടുപിടിക്കാതെ കിടക്കുന്ന നഷ്ടപ്പെട്ട നഗരങ്ങളിൽ ചിലതാണ്. ഇങ്ങനെയൊക്കെയുള്ള ലോസ്റ്റ് സിറ്റികൾ തേടിപ്പോകുന്ന ഒരുപാട് മനുഷ്യർ ഇന്നുമുണ്ട്. ചിലർ നിധി തേടി പോകുമ്പോൾ മറ്റു ചിലർ സ്വപ്നം കണ്ട ജീവിതം ആസ്വദിക്കാൻ ഇങ്ങനെയുള്ള ഇടങ്ങൾ തേടിപ്പോകുന്നു. ഇങ്ങനെ തേടിപ്പോയി ജീവൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ എന്നേക്കുമായി കാണാതാക്കപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്. ബ്രസീലിലെ മാറ്റോ ഗ്രാസോ എന്ന സംസ്ഥാനത്തിൽ ഉൾവനത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിലനിന്നിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു തദ്ദേശ നഗരമായിരുന്നു ലോസ്റ്റ് സിറ്റി സെഡ് എന്നറിയപ്പെടുന്നത്. സിറ്റി ഓഫ് സെഡ് അന്വേഷിച്ചു പോയ അനേകം മനുഷ്യർക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടു. അതിൽ തിരികെ വരുന്നവർ വളരെ ചുരുക്കം മാത്രമായിരുന്നു. അങ്ങനെയുള്ള സിറ്റി ഓഫ് സെഡിനെ തിരഞ്ഞുപോയ ഒരു മനുഷ്യനാണ് ബ്രിട്ടീഷ് സർവേയറായിരുന്ന പേഴ്സി ഫോസറ്റ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഒരു ബ്രിട്ടീഷ് സർവേയറായി ജോലി ചെയ്തിരുന്നയാളാണ് കേണൽ പേഴ്സി ഫോസറ്റ്. തൊഴിൽപരമായ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ യാത്രക്കിടയിൽ ബ്രസീലിലെത്തിയ അദ്ദേഹം ബ്രസീലിലെ നാഷണൽ ലൈബ്രറിയിൽ സന്ദർശനം നടത്തി. അവിടെ സൂക്ഷിച്ചിരുന്ന ഒരു ചെറിയ ലേഖനം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അത് 512 എന്ന നമ്പറിൽ അറിയപ്പെടുന്ന ലോസ്റ്റ് സിറ്റി ഓഫ് സെഡിനെ പറ്റിയുള്ള രേഖകളായിരുന്നു. ഈ രേഖ എഴുതിയ ആളെ പറ്റി ചരിത്രത്തിൽ കൃത്യമായ തെളിവുകളൊന്നും തന്നെയില്ല. എങ്കിലും പോർച്ചുഗീസുകാരനായ ബാൻഡൈൻഡസ് ജോബോ ഡാ സിൽവ ഗുയിമെറസ് എന്നയാളാണ് ഇത് എഴുതിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 12 പേജുകൾ മാത്രമടങ്ങുന്ന 512 എന്ന നമ്പറിൽ അറിയപ്പെടുന്ന ആ പുസ്തകം പേഴ്സി ഫോസറ്റിനെ വല്ലാതെ ആകർഷിക്കുന്നു. ലോസ്റ്റ് സിറ്റി ഓഫ് സെഡിനെ പറ്റിയുള്ള മറ്റു വിവരങ്ങൾ ശേഖരിക്കാൻ അദ്ദേഹം ഇതോടെ ആവേശഭരിതനായി. ഈ രേഖ പ്രകാരം 1753 ബാൻഡൈൻഡസ് ഒരു പുരാതന നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നും അവിടെ വലിയ കമാനങ്ങളും അതിമനോഹരമായ പ്രതിമകളും ചിത്രകലകളും ഒക്കെയുള്ള ഒരു ക്ഷേത്രം കണ്ടെത്തിയെന്നും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. ബഹ്യ പ്രവിശ്യയിലെ സോർട്ടോയിൽ നടത്തിയ പരിവേഷണങ്ങൾക്ക് ശേഷമാണ് ഈ 512 നമ്പർ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 512 എന്ന കയ്യെഴുത്ത് പ്രതിയിൽ പ്രതിപാദിക്കുന്ന സിറ്റി ഓഫ് സെഡിനെ കണ്ടെത്താൻ പേഴ്സി ഫോസറ്റ് തീരുമാനിക്കുകയും ചെയ്യുന്നു. ഈ തീരുമാനം കവർന്നെടുത്തത് 100-ലധികം മനുഷ്യരുടെ ജീവനുകളാണ്. മാത്രമല്ല, എണ്ണമറ്റ സിദ്ധാന്തങ്ങൾക്ക് വഴിയൊരുക്കുകയും ഏകദേശം ഒരു നൂറ്റാണ്ടോളം പരിഹരിക്കപ്പെടാതെ തുടരുകയും ചെയ്യുന്ന ഉത്തരം കിട്ടാത്ത ദുരൂഹതയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. പേഴ്സി ഫോസറ്റിന്റെ ഈ തീരുമാനം ചെന്നെത്തിയത് ഒരു വൻ ദുരന്തത്തിൽ തന്നെയായിരുന്നു. പേഴ്സി ഫോസറ്റിന്റെ ആമസോൺ കാടുകളിൽ എവിടെയോ മറഞ്ഞിരിക്കുന്ന സിറ്റി ഓഫ് സെഡിനെ കണ്ടെത്താനുള്ള തിരച്ചിലിലെ ഈ യാത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഐ ആം ബാലു പടിപ്പുരയിൽ. വെൽക്കം ടു ഫ്ലാഷ് ബാക്ക്. പേഴ്സി ഫോസറ്റിന്റെ സിറ്റി ഓഫ് സെഡിനെ തേടിയുള്ള ഈ പരീക്ഷണ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് പേഴ്സി ഫോസറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. എഡ്വേർഡ് ബോയ്ഡ് ഫോസറ്റിന്റെയും മൈറ എലിസബത്തിന്റെയും മകനായി ഇംഗ്ലണ്ടിലെ ഡോർക്കോയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 18-19 നൂറ്റാണ്ടുകളുടെ അവസാനത്തിൽ ഈസ്റ്റ് ഇൻഡീസിൽ കപ്പൽ വ്യാപാരത്തിലൂടെ പ്രഭുക്കന്മാരായി മാറിയ കുടുംബമായിരുന്നു ഫോസറ്റിന്റെ കുടുംബം. ഇന്ത്യയിൽ ജനിച്ച ഫോസറ്റിന്റെ പിതാവ് റോയൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു.
അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ എഡ്വേർഡ് ഡഗ്ലസ് ഒരു പർവ്വതാരോഹകനും നിഗൂഢതകളെ തേടി പോകുന്ന ഒരു സാഹസികനായ ശാസ്ത്രജ്ഞനുമായിരുന്നു. 1880-കളിൽ പേഴ്സി ഫോസറ്റ് ന്യൂട്ടൺ അബോട്ട് പ്രോ പ്രൈമറി കോളേജിൽ വിദ്യാഭ്യാസം നേടുന്നു. അതിനുശേഷം വൂൾവെച്ചിലെ റോയൽ മിലിറ്ററി അക്കാഡമിയിൽ പഠിക്കുകയും 1886 ജൂലൈ 24-ന് റോയൽ ആർട്ടിലറിയുടെ ലെഫ്റ്റനന്റായി നിയമിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതേ വർഷം തന്നെയാണ്, അതായത് 1886-ൽ തന്നെയാണ് ഫോസറ്റ് തൻ്റെ ഭാവി വധുവായ നീന ആഗ്നസ് പാറ്റേഴ്സനെ കണ്ടുമുട്ടുന്നത്. 1901-ൽ അവർ വിവാഹിതരാവുകയും ജാക്ക്, ബ്രയാൻ എന്നീ പേരുകളിൽ 2 പുത്രന്മാർ ജനിക്കുകയും ചെയ്യുന്നു. 1901-ൽ സർവേയിങ്ങും ഭൂപട നിർമ്മാണവും പഠിക്കാനായി ഫോസറ്റ് RGSൽ ചേരുന്നു. പഠനശേഷം 1903 മുതൽ 1906 വരെ കൗണ്ടി കോർക്കിലെ സ്പൈക്ക് ദ്വീപിൽ ഇംഗ്ലണ്ട് റോയൽ ആർമിക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. 1905 ജനുവരി 11-ന് മേജറായി അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിക്കുന്നു. ബൊളീവിയയിലെ ഒരു വനപ്രദേശം മാപ്പ് ചെയ്യുന്നതിനായി RGS അദ്ദേഹത്തെ ബ്രസീലിലേക്ക് അയക്കുന്നു. ഇതിന്റെ ഭാഗമായി 1906-ൽ തെക്കേ അമേരിക്കയിലുള്ള അദ്ദേഹത്തിന്റെ പര്യവേഷണ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നു. പ്രാദേശികവും ദേശീയവുമായിട്ടുള്ള താൽപ്പര്യങ്ങളിൽ പക്ഷാഭേദമില്ലാതെ ഒരു മൂന്നാം കക്ഷിയായി ഈ പ്രദേശങ്ങളൊക്കെ മാപ്പ് ചെയ്യുന്നതിനായിട്ടാണ് RGSനെ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ചത്. ഈ പര്യവേഷണ കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന പല കാര്യങ്ങളും അന്നത്തെ ലോകത്തിന് പരിചയമില്ലാത്തവയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ കളിയാക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് 1907-ൽ 62 അടി നീളമുള്ള ഒരു ഭീമൻ അനാക്കോണ്ടയെ അദ്ദേഹം കണ്ടതായും അതിനെ വെടിവെച്ച് കൊന്നതായും അവകാശപ്പെട്ടിരുന്നു. ഇത് കളവാണെന്ന് പറഞ്ഞ് അന്നത്തെ ശാസ്ത്രജ്ഞരൊക്കെ അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു. ജന്തുശാസ്ത്രത്തിന് പോലും അന്ന് അജ്ഞാതമായ മറ്റു പല മൃഗങ്ങളെ പറ്റിയും അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫോക്സ് ഹൗണ്ടിന്റെ വലിപ്പമുള്ള ചെറിയ ചെറിയ പൂച്ചകളെ പോലെയുള്ള മിറ്റ്ല എന്ന നായകൾ, അന്ന് തദ്ദേശീയരായ പലരുടെയും മരണത്തിന് കാരണമായ ഭീമന്മാരായ വിഷമുള്ള ചെലന്തികൾ, മാത്യു ഗ്രാഫ് മേഖലയിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയ ഭീമൻ നിലക്കടലകൾ, മാത്രമല്ല 1913-ൽ പര്യവേഷണത്തിനിടയിൽ ഇരട്ട മൂക്കുള്ള നായ്ക്കളെ കണ്ടതായും ഫോസറ്റ് അവകാശപ്പെട്ടിരുന്നു. 1911-കളിൽ ആമസോൺ പര്യവേഷണത്തിൽ തന്റെ വിശ്വസ്ത സുഹൃത്തും ദീർഘകാലമായി പര്യവേഷണത്തിൽ കഴിവ് തെളിയിച്ച എൻട്രിക്കോസിനൊപ്പം പര്യവേഷണം ചെയ്യാത്ത ആമസോൺ കാട്ടിലെ 100 കണക്കിന് മൈലുകൾ മാപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ പര്യവേഷണങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് സഹായകമായത് അദ്ദേഹത്തിന്റെ അഭൂതപൂർവമായ ശാരീരിക ക്ഷമത തന്നെയായിരുന്നു. 6 അടിയിലധികം ഉയരമുള്ള ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഫോസറ്റ്. നീലക്കണ്ണുകളും സ്വർണ്ണമുടികളുമൊക്കെയുള്ള അദ്ദേഹം മറ്റുള്ളവരെ വളരെ പെട്ടെന്ന് ആകർഷിക്കുന്ന സ്വഭാവ സവിശേഷതയുള്ള ആളായിരുന്നു. വളരെ മാന്യമായും സത്യസന്ധമായുമുള്ള മറ്റുള്ളവരോടുള്ള ഇടപെടൽ അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത് തന്നെയായിരുന്നു. അന്നത്തെ കാലത്ത് യൂറോപ്യന്മാർ വളരെ പെട്ടെന്ന് ചെന്നുകയറാൻ ധൈര്യപ്പെടാത്ത ബ്രസീലിലെ ആമസോൺ വനാന്തരങ്ങളിലെ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിലേക്കാണ് പര്യവേഷണങ്ങൾക്കായി ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ നിയമിക്കുന്നത്. ബ്രസീലിലെ ഉഷ്ണമേഖലാ വനങ്ങളിൽ അതിനു മുൻപ് നിയോഗിച്ചിരുന്ന പല പര്യവേഷകരും രോഗങ്ങൾക്ക് കീഴടങ്ങുകയോ പട്ടിണി മൂലമോ അതുമല്ലെങ്കിൽ അവിടെയുണ്ടായിരുന്ന അക്രമാസക്തരായ ഗോത്രവർഗ്ഗങ്ങളുടെ ആക്രമണത്താലോ മരണപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ ഫോസറ്റ് വളരെ അമാനുഷികമായ പ്രതിരോധശേഷിയുള്ള മനുഷ്യനായിരുന്നു. വനത്തിനുള്ളിലെ യാത്രയിൽ മറ്റുള്ളവരൊക്കെ രോഗബാധിതരാകുമ്പോഴും അദ്ദേഹം അതിൽ നിന്നൊക്കെ വേറിട്ട് നിന്നു. മറ്റുള്ളവർ രോഗങ്ങളാലും മറ്റും വലയുമ്പോൾ വളരെ ഊർജ്ജസ്വലനായി തന്നെയാണ് ഫോസറ്റ് തന്റെ ലക്ഷ്യങ്ങളിലേക്ക് നടന്നു കയറിയത്. വളരെ ശ്രദ്ധാപൂർവമായ യാത്രാ പ്ലാനുകളും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും അദ്ദേഹത്തിന്റെ കാലത്തെ മറ്റുള്ള പര്യവേഷകരിൽ നിന്നും ഫോസറ്റിനെ വേറിട്ട് നിർത്തുന്നു. ഇത് അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പലരും എഴുതി വെച്ചിട്ടുമുണ്ട്. ആമസോൺ വനങ്ങളിലെ ഗോത്രവർഗ്ഗങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. അവർക്കിടയിൽ ചെന്നു കയറാൻ അല്ലെങ്കിൽ അവരുമായി പെട്ടെന്ന് ഇണങ്ങിച്ചേരാൻ അദ്ദേഹം പിന്തുടർന്ന മാർഗം നിരായുധരായി അവരെ സമീപിക്കുക എന്നത് മാത്രമായിരുന്നു. ഇതിനെപ്പറ്റി അദ്ദേഹം തന്റെ ഡയറിയിൽ എഴുതിയിരുന്നത്, ആയുധവുമായി ഒരു ഗോത്രവർഗ്ഗത്തെ സമീപിക്കുമ്പോൾ തങ്ങളുടെ ശക്തി പ്രകടനമാണ് എന്ന് അവർ തെറ്റിദ്ധരിക്കും. മാത്രമല്ല ഇതോടെ അവർ അക്രമാസക്തരാവുകയും ചെയ്യും. കൊളോണിയൻ കാലഘട്ടത്തിലെ ഏറ്റവും വ്യത്യസ്തപരമായ ഒരു തീരുമാനമായിരുന്നു ഇത്. മറ്റ് യൂറോപ്യൻ യാത്രക്കാർ തങ്ങളുടെ ആയുധങ്ങളുമായി ഭയപ്പെടുത്തി ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ ഭീതി പടർത്തി മുന്നേറാൻ ശ്രമിച്ചപ്പോൾ ചിലയിടങ്ങളിൽ അത് വിജയിച്ചു. പക്ഷേ ചിലയിടങ്ങളിൽ അതേ നാണയത്തിൽ തിരിച്ചടി അവർക്ക് നേരിടേണ്ടി വന്നു. നിരായുധരായി സമാധാനപരമായുള്ള ഫോസറ്റിന്റെ സമീപനം അക്രമാസക്തരായ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ പോലും അദ്ദേഹത്തിന് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള അവസരം നൽകി. ഇതിനായി അദ്ദേഹം അവിടെയുള്ള ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ഭാഷകൾ പോലും പഠിച്ചിരുന്നു. മാത്രമല്ല അവരുമായി വളരെ മാന്യമായ വ്യാപാര ബന്ധങ്ങൾ പോലും സ്ഥാപിച്ചിരുന്നു. യൂറോപ്യൻസിനിടയിൽ ഫോസറ്റ് വളരെ വ്യത്യസ്തനായ മനുഷ്യൻ തന്നെയാണെന്ന് ഇതൊക്കെ തെളിയിക്കുന്നുണ്ട്. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ അദ്ദേഹം നടത്തിയ ചില യാത്രകൾ ഈ രീതിയിൽ വിജയകരമായി മാറിയിരുന്നു. ശാസ്ത്രീയമായി ചിന്തിച്ചിരുന്ന ഒരു മികച്ച സർവേയറും പര്യവേഷകനുമായ അദ്ദേഹത്തിന്റെ മനസ്സ് നിഗൂഢതകളിലും അന്ധവിശ്വാസങ്ങളിലും കൂടി ആകർഷിക്കപ്പെട്ടിരുന്നു. ബുദ്ധമതത്തിലും ഹിന്ദുമതത്തിലും പാശ്ചാത്യ ലോകത്തുള്ള നിഗൂഢതകളിലുമൊക്കെ ആത്മീയമായും അന്ധമായും അദ്ദേഹത്തിന്റെ ഭാര്യ
നീന ആഗ്നസ് വിശ്വസിച്ചിരുന്നു. ഭാര്യയിലൂടെ തന്നെ ഈ വിശ്വാസങ്ങളൊക്കെ ഫോസറ്റിനെയും ആകർഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എഴുതപ്പെട്ട ചരിത്രത്തിന് മുൻപുള്ള പുരാതനമായ വികസിത സമൂഹങ്ങളുടെയും നഷ്ടപ്പെട്ട നാഗരികതകളിലും ഫോസറ്റ് അന്ധമായി വിശ്വസിച്ചിരുന്നു. ഇത് കാലക്രമേണ അതിനോടുള്ള അഭിനിവേശമായി മാറാൻ തുടങ്ങി. അദ്ദേഹം വളരെ അപകടം പിടിച്ച അപകട സാധ്യതകൾ കൂടിയ ഒരു ദൗത്യം പിന്തുടരാൻ ഇത് കാരണമായി. 1906 1924 ഇടയിൽ ഫോസറ്റ് പ്രധാനമായും 7 പര്യവേഷണ യാത്രകൾ പൂർത്തിയാക്കിയിരുന്നു. അജ്ഞാതവും അപകടകരവുമായ വിശാലമായ പല വനപ്രദേശങ്ങളും മാപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. അക്കാലത്തെ ഏറ്റവും മുൻനിരയിലുള്ള ആമസോൺ പരിവേഷകളിൽ ഒരാളായി പേരെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അവസാനത്തെ വിക്ടോറിയൻ പരിവേഷകനായി അക്കാലത്ത് അദ്ദേഹത്തെ ടൈംസ് ഓഫ് ലണ്ടൻ വിശേഷിപ്പിക്കുകയും ചെയ്തു. അക്കാലത്ത് ലണ്ടനിൽ വെച്ച് നടത്തിയ പല പ്രഭാഷണങ്ങളുടെയും വേദി ആരാധകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഈ കാലയളവിൽ അദ്ദേഹം ആമസോൺ വനത്തിനോടുള്ള മാരകമായ ആസക്തിയിൽ എത്തപ്പെട്ടിരുന്നു. ആമസോൺ വനം ഇന്നും ലോകത്തിലെ ഏറ്റവും നിഗൂഢതകളിൽ ഒന്നായി നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. 9 രാജ്യങ്ങളിലായി 2.1 ദശലക്ഷം മൈൽ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ആമസോൺ വനാന്തരങ്ങളിൽ ഇന്നും പൂർണ്ണമായും പര്യവേഷണം ചെയ്യപ്പെടാത്ത ഭാഗങ്ങൾ നിരവധിയാണ്. വളരെ നിബിഡമായ വനമായതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും സൂര്യപ്രകാശത്തിന്റെ 1% പോലും എത്താറില്ല. 16,000 വ്യത്യസ്തമായ വൃക്ഷങ്ങളും ഏകദേശം 2.5 ദശലക്ഷം പ്രാണികളുടെ ഇനങ്ങളും ഈ ആമസോൺ വനങ്ങളിൽ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഇപ്പോഴും കണ്ടെത്തപ്പെടാത്തതും പേരിടാത്തതും രേഖപ്പെടുത്താത്തതുമായ പ്രാണികളും വൃക്ഷലതാദികളും നിരവധിയാണ്. അതിശക്തമായ മഴയിൽ പോലും നിബിഡമായ ഈ വനത്തിൽ മഴവെള്ളം അടിത്തട്ടിൽ വരെ എത്താൻ 10 മിനിറ്റ് വരെ എടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഫോസറ്റ് ബ്രസീലിൽ ഉണ്ടായിരുന്ന കാലത്താണ് വളരെ പുരാതനവും വികസിതവുമായ ഒരു നഗരം ആമസോൺ കാടുകളിൽ ഇന്നും ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള വിവരം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അന്നുണ്ടായിരുന്ന ശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്ന ഒരു സിദ്ധാന്തം. അന്ന് നിലവിലുണ്ടായിരുന്ന ഗോത്രങ്ങൾ നിർമ്മിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു നഗരം. ഈ നഗരത്തിൽ നിർമ്മിക്കപ്പെട്ട കൊത്തുപണികളാൽ അലങ്കരിക്കപ്പെട്ട മൺപാത്രങ്ങൾ അദ്ദേഹം കണ്ടെത്തിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് നിലനിന്നിരുന്ന പല ഗോത്രങ്ങൾക്കിടയിലും ഇങ്ങനെയൊരു നഗരത്തെക്കുറിച്ച് സംസാരമുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല അദ്ദേഹത്തെ അതിലേക്ക് കൂടുതൽ വലിച്ചടിപ്പിച്ചത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ 512 എന്ന നമ്പറിൽ അറിയപ്പെട്ട എഴുതപ്പെട്ട രേഖകളാണ്. ബ്രസീലിലെ നാഷണൽ ലൈബ്രറിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ രേഖ ലഭിക്കുന്നത്. ബ്രസീലിയൻ വനപ്രദേശത്ത് വളരെ ഉള്ളിലായി കണ്ടെത്തപ്പെട്ട ഒരു മനോഹരമായ ശിലാനഗരത്തിന്റെ അവശിഷ്ടങ്ങൾ വിവരിക്കുന്ന രേഖകളായിരുന്നു അത്. മനോഹരമായ കൊത്തുപണികളാൽ നിർമ്മിച്ച തൂണുകൾ നിറഞ്ഞ കോട്ടകളും കമാനങ്ങളും പ്രതിമകളും ഒക്കെ നിറഞ്ഞ അതിസമ്പന്നമായ ഒരു നഗരം ബ്രസീലിയൻ ആമസോൺ കാടുകളിൽ നിലനിന്നിരുന്നു എന്ന് ഈ രേഖയിൽ വ്യക്തമായി കുറിച്ചിരുന്നു. വലിയ തെരുവുകളും റോഡുകളും അവിടെയുണ്ടെന്നും ഏത് അതിഥികൾ വന്നാലും അവിടെ സ്വീകരിക്കാനെന്ന വണ്ണം കോട്ടകളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്നും രേഖപ്പെടുത്തിയിരുന്നു. ഈ പോർച്ചുഗീസ് രേഖകൾ വെറുമൊരു ഫാന്റസി അല്ലെന്ന് ഫോസറ്റിന് ബോധ്യമായി. അങ്ങനെ 512 എന്ന കയ്യെഴുത്ത് പ്രതിയിൽ പ്രതിപാദിച്ചിരുന്ന ആ നഗരത്തിന് അദ്ദേഹം ഒരു പേര് നൽകി. അതാണ് ലോസ്റ്റ് സിറ്റി ഓഫ് സെഡ്. മാത്രമല്ല ഈ നഗരത്തെ കണ്ടെത്തേണ്ടത് തൻ്റെ ജീവിത ലക്ഷ്യമാക്കി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അന്നത്തെ പുരാവസ്തു ഗവേഷകർ അദ്ദേഹത്തിൻ്റെ ഈ ദൗത്യത്തെ പുച്ഛിച്ചു തള്ളുകയാണ് ഉണ്ടായത്. ആമസോണിലെ വളരെ കഠിനമായ പരിസ്ഥിതി എത്ര വലിയ സങ്കീർണമായ നഗരങ്ങളെയും നശിപ്പിക്കുന്നതും ഇടതൂർന്ന കാടും വളരെ മോശമായ മണ്ണും നിരന്തരമായ പ്രാണികളുടെയും രോഗങ്ങളുടെയും ആക്രമണവുമൊക്കെയുള്ള ആമസോൺ കാടുകളിൽ ഇങ്ങനെയൊരു നഗരം നിലനിൽക്കില്ല എന്ന് അന്നത്തെ ശാസ്ത്രം വിലയിരുത്തി. അതുകൊണ്ട് തന്നെ ആമസോൺ കാടുകളിൽ ഇങ്ങനെയൊരു ശിലാനഗരം നിലനിൽക്കുന്നു എന്നുള്ള ആശയം വെറുമൊരു ഫാന്റസി മാത്രമാണെന്ന് അന്നത്തെ വിദഗ്ധരായ പുരാവസ്തു ഗവേഷകർ വിലയിരുത്തി. പക്ഷേ ഈ അഭിപ്രായങ്ങളൊന്നും തന്നെ ഫോസറ്റിനെ പിന്തിരിപ്പിക്കാൻ കഴിയുന്നവയായിരുന്നില്ല. ഈ സമയത്തും അദ്ദേഹം ഈ നഗരത്തെക്കുറിച്ചുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു. അന്നത്തെ ആമസോണിയൻ സംസ്കാരങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ കൊത്തുപണികൾ, നൂറ്റാണ്ടുകളുടെ പഴക്കത്തിൽ കാണാതെയായ പുരാതനമായ റോഡുകളുടെ അടയാളങ്ങൾ, വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന ഈ നഗരത്തെക്കുറിച്ചുള്ള തദ്ദേശീയരായ ഗോത്രവർഗങ്ങൾക്കിടയിൽ അന്നും നിലനിന്നിരുന്ന വായ്മൊഴികളൊക്കെ അദ്ദേഹം ശേഖരിക്കാൻ തുടങ്ങി. ലോസ്റ്റ് സിറ്റി ഓഫ് സെഡിനെ പറ്റി അദ്ദേഹത്തിന് ലഭിച്ച ചെറിയൊരു വിവരങ്ങൾ പോലും ശേഖരിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം ഈ നഗരത്തെ കണ്ടെത്താനുള്ള പര്യവേഷണ യാത്രയ്ക്ക് തയ്യാറാവുകയായിരുന്നു. അദ്ദേഹം കണ്ടെത്തിയ തെളിവുകൾക്കിടയിൽ സെഡ് നഗരത്തിന്റെ അവശിഷ്ടമായി കണക്കാക്കപ്പെടുന്ന ഒരു ചെറിയ വിഗ്രഹം കിട്ടിയിരുന്നു. അദ്ദേഹം ഈ വിഗ്രഹത്തിൽ നോക്കി നിന്ന് അതുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് പോലെ മണിക്കൂറുകളോളം നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മകനായിരുന്ന ജാക്ക് കുറിച്ചിട്ടുണ്ട്. 1920 അദ്ദേഹത്തിന്റെ ശാസ്ത്രീയമായ പരിവേഷണങ്ങൾ ഒരുതരം ആത്മീയമായ അന്വേഷണത്തിലേക്ക് വഴിമാറി കഴിഞ്ഞിരുന്നു. സെഡ് നഗരത്തെ കണ്ടെത്താൻ കഴിഞ്ഞാൽ മനുഷ്യരാശിയുടെ വളർച്ചയെ പരമ്പരാഗത ശാസ്ത്രം വിലയിരുത്തുന്നതിനേക്കാൾ കൂടുതൽ പഴക്കമുള്ളതും നിഗൂഢവുമാകുമെന്ന് തെളിയിക്കപ്പെടുമെന്ന് ഫോസറ്റ് വിശ്വസിച്ചിരുന്നു. സിറ്റി ഓഫ് സെഡ് കണ്ടെത്താൻ അദ്ദേഹം തകൃതിയോടെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 1914 ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. ഇതോടെ പര്യവേഷണ യാത്ര താൽക്കാലികമായി നിർത്തിവെച്ച്
ബ്രസീലിൽ നിന്നും ഫോസറ്റിന് ബ്രിട്ടനിലേക്ക് മടങ്ങേണ്ടി വന്നു. മാത്രമല്ല, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന് വേണ്ടി വെസ്റ്റേൺ ഫ്രണ്ടിൽ സേവനം അദ്ദേഹം നൽകുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ആകെ സാമ്പത്തികമായി പിന്നോക്കം പോയ ബ്രിട്ടൻ ഗവൺമെന്റ് ഊഹാപോഹങ്ങൾ മാത്രമുള്ള പര്യവേഷണ യാത്രകൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായം നിർത്തിവെച്ചു. ഇതോടെ പല പര്യവേഷകരുടെയും സ്വപ്നയാത്രകൾക്ക് അവസാനമായി. 50 വയസ്സ് പിന്നിട്ടിരുന്ന ഫോസറ്റ് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. സെഡ് നഗരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിഗൂഢമായ സിദ്ധാന്തങ്ങൾക്ക് തുടക്കകാലത്ത് ഉറച്ച പിന്തുണ നൽകിയിരുന്ന റോയൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റി ഈ യാത്രയിൽ ഫോസറ്റിന് നൽകാമെന്ന് പറഞ്ഞ സാമ്പത്തിക സഹായത്തിൽ നിന്നും പിന്മാറുന്നു. സിറ്റി ഓഫ് സെഡ് നഗരത്തെക്കുറിച്ച് പറയുന്ന സിദ്ധാന്തത്തിന് ആധികാരികതയില്ല എന്ന തോന്നൽ കൂടിയാണ് റോയൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റി ഈ പര്യവേഷണ യാത്രയിൽ നിന്ന് പിന്മാറാൻ കാരണമായത്. സാമ്പത്തികമായ സമ്മർദ്ദത്തിനിടയിലും അദ്ദേഹത്തിന് സിറ്റി ഓഫ് സെഡ് കണ്ടെത്താനുള്ള ആസക്തി കൂടി വന്നു. ഇതോടെ ഈ യാത്ര നടത്താനായി അദ്ദേഹത്തിന് ഒരു വലിയ തീരുമാനം തന്നെ എടുക്കേണ്ടി വന്നു. ആമസോൺ വനങ്ങളിൽ പര്യവേഷണ യാത്ര നടത്തുന്നതിന് സ്വാഭാവികമായും ഒരു വലിയ സംഘം ആളുകളെയും അതിനുവേണ്ടിയുള്ള അവശ്യ വസ്തുക്കളും ഭക്ഷണശേഖരവും ആവശ്യമുണ്ട്. ഇതിനൊക്കെ വലിയ തുക ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ സംഘവുമായി യാത്ര നടത്താൻ ഫോസറ്റ് തീരുമാനിക്കുന്നു. തൻ്റെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചുള്ള വളരെ കുറച്ച് അവശ്യ വസ്തുക്കളും ഭക്ഷണശേഖരവും മാത്രമാണ് അദ്ദേഹം കൂടെ കരുതാൻ തീരുമാനിച്ചത്. അങ്ങനെ 1925 ജനുവരി മാസം 58-ാമത്തെ വയസ്സിൽ തൻ്റെ ഏറ്റവും വലിയ അഭിലാഷമായ പര്യവേഷണ യാത്രയ്ക്കായി ബ്രസീലിൽ അദ്ദേഹം തിരികെ എത്തുന്നു. ഈ പ്രായത്തിലെത്തിക്കഴിഞ്ഞാൽ മിക്ക പര്യവേഷണ യാത്രക്കാരും യാത്രാനുഭവങ്ങൾ എഴുതിയും പ്രഭാഷണങ്ങൾ നടത്തിയും വിശ്രമ ജീവിതം നയിക്കുന്നവരായിരിക്കും. പക്ഷേ ഫോസറ്റ് 58-ാമത്തെ വയസ്സിലാണ് തൻ്റെ ഏറ്റവും വലിയ സ്വപ്നയാത്രയെ പിന്തുടരാൻ തീരുമാനിക്കുന്നത്. ഈ പ്രായത്തിലും ഫോസറ്റിൻ്റെ ആരോഗ്യം വളരെ മികച്ചത് തന്നെയായിരുന്നു. പതിറ്റാണ്ടുകളായുള്ള അച്ചടക്കത്തോടെയുള്ള ജീവിതവും കൃത്യമായ വ്യായാമവും മദ്യം പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും മാറി നിന്നതുമൊക്കെ ഫോസറ്റിനെ ആരോഗ്യവാനാക്കി 58-ാമത്തെ വയസ്സിലും നിലനിർത്തി. വളരെ ദുർഘടമായ ഭൂപ്രദേശങ്ങളിൽ ഈ പ്രായത്തിലും അദ്ദേഹത്തെക്കാൾ പകുതി പ്രായമുള്ള ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ ഉന്മേഷത്തോടെ യാത്ര നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. പേഴ്സി ഫോസറ്റ് ഈ യാത്ര നടത്താനായി അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടിയത് വെറും 2 പേരെ മാത്രമായിരുന്നു. അതിൽ ഒന്നാമത്തേത് അദ്ദേഹത്തിൻ്റെ തന്നെ മകനായ വെറും 21 വയസ്സുകാരനായ ജാക്ക് ആയിരുന്നു. മറ്റൊന്ന് ജാക്കിൻ്റെ തന്നെ സുഹൃത്തും ചെറുപ്പക്കാരനുമായ റാലി റിമ്മർ എന്നയാളുമായിരുന്നു. ഈ റാലി റിമ്മർ സാഹസിക യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുകയും ഇതിനു മുൻപ് അങ്ങനെയുള്ള യാത്രകളിൽ പങ്കെടുക്കുകയും ചെയ്തയാളാണ്. ഫോസറ്റിന്റെ നേതൃത്വത്തിൽ ഈ 2 യുവാക്കൾക്കും ആമസോൺ കാടുകളിലെ പര്യവേഷണ യാത്രയ്ക്കായി കഠിനമായ പരിശീലനങ്ങൾ നൽകി. ഇവർ 3 പേർ മാത്രമുള്ള ഈ ചെറിയ സംഘമായതുകൊണ്ട് തന്നെ ആമസോൺ വനങ്ങളിലെ അക്രമാസക്തരായ ഗോത്രവർഗ്ഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ യാത്ര നടത്താൻ സാധിക്കും എന്നായിരുന്നു ഫോസറ്റ് വിലയിരുത്തിയത്. പക്ഷേ ഈ ശ്രമം ആത്മഹത്യാപരമാണെന്ന് അന്ന് മറ്റു പല പര്യവേഷകരും അഭിപ്രായപ്പെട്ടു. ആമസോൺ വനത്തിലൂടെയുള്ള യാത്രയിൽ ഒരു ചെറിയ തെറ്റ് പോലും ഒരു വലിയ ദുരന്തത്തിന് വഴിതെളിക്കും. യാത്ര ചെയ്യുന്നവർ ചെയ്യുന്ന ഒരു പിഴവ് മതി അവരുടെ ജീവനെടുക്കാൻ. കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയാൽ അല്ലെങ്കിൽ അസുഖം ബാധിക്കുകയോ മറ്റോ ചെയ്താൽ ചിലർക്ക് സഹായത്തിനായി തിരികെ പോകാനും മറ്റുള്ളവർക്ക് യാത്ര മുന്നോട്ട് നയിക്കാനും സാധിക്കും. ആമസോൺ കാടുകളിലെ ഒരു പര്യവേഷണ യാത്രയ്ക്ക് വേണ്ടത്ര ഉപകരണങ്ങളോ ഭക്ഷ്യവസ്തുക്കളോ കരുതാൻ 3 പേർ മാത്രമുള്ള ടീമിനും സാധിക്കുകയില്ല. എങ്കിലും കഴിയുന്നത്ര പാക്ക് ചെയ്ത ഭക്ഷണങ്ങളും പാൽപ്പൊടിയും റൈഫിളുകളും ഹാമറുകളുമൊക്കെ അവർ കൂടെ കരുതി. കൂടാതെ കമ്പാസ്, ക്രോണോമീറ്റർ, സെക്സ്റ്റന്റ്, ആവശ്യമുള്ള കുറച്ച് മെഡിസിനുകൾ ഇതൊക്കെ അവർ കൂടെ കരുതി. യാത്രയുടെ തുടക്കഘട്ടത്തിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നതിനായി 2 കുതിരകളെയും 7 കോവർ കഴുതകളെയും അതിനെ നയിക്കാൻ ആൾക്കാരെയും സജ്ജമാക്കിയിരുന്നു. ഈ യാത്രയിൽ ഇവർ 3 പേരെ കൂടാതെ 2 നായ്ക്കളും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. 1925 ഏപ്രിൽ 20-ന് ബ്രസീലിലെ മെഗ്രാസോ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ ക്യാബയിൽ നിന്നും ഈ പര്യവേഷണ സംഘം യാത്ര തിരിച്ചു. അന്നത്തെ പ്രാദേശിക പത്രങ്ങളൊക്കെ ഈ യാത്ര വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് വളരെ പ്രശസ്തനായി കഴിഞ്ഞിരുന്ന ഫോസറ്റിനെയും കൂട്ടാളികളെയും യാത്രയാക്കാൻ ഒരുപാട് കാഴ്ചക്കാർ ഒത്തുകൂടിയിരുന്നു. അവരുടെ യാത്രയുടെ ആദ്യ ഘട്ടങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഫോസറ്റ് എല്ലാ ദിവസവും തൻ്റെ ഭാര്യയ്ക്ക് അന്നേ ദിവസം യാത്രയിൽ സംഭവിച്ച കാര്യങ്ങളും അടുത്ത ദിവസം താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുമൊക്കെ വിശദീകരിച്ച് കത്തുകൾ അയക്കാറുണ്ടായിരുന്നു. യാത്രയുടെ ആദ്യഘട്ടങ്ങളിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നവർ വഴിയാണ് ഈ കത്തുകൾ ഫോസറ്റ് ഭാര്യയുടെ കൈകളിൽ എത്തിച്ചിരുന്നത്. ഇങ്ങനെ കിട്ടിയ വിവരങ്ങളൊക്കെ അന്ന് വാർത്തകളായി അച്ചടിക്കാൻ ഫോസറ്റ് അനുമതി നൽകിയ പത്രങ്ങൾ വഴി പുറത്തു വന്നു. ഇങ്ങനെ വിവരങ്ങൾ നൽകുന്നതിന് മാധ്യമ സ്ഥാപനത്തിൽ നിന്നും യാത്രയ്ക്കായി സാമ്പത്തിക സഹായവും ഫോസറ്റ് നേടിയിരുന്നു. മുന്നോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും മൂവരും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെന്നും പക്ഷേ അവിടെയുള്ള പ്രാണികൾ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുവെന്ന് അദ്ദേഹം എഴുതിയിരുന്നു. അന്നുവരെയും പര്യവേഷണം ചെയ്യപ്പെടാത്ത പ്രദേശങ്ങളിലേക്ക് അവർ കൂടുതൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സൗഹൃദ മനോഭാവം ഉണ്ടായിരുന്ന ഗോത്രവർഗ്ഗങ്ങൾ
മുന്നോട്ടു പോകുന്നത് അപകടമാണെന്നുള്ള മുന്നറിയിപ്പും നൽകി തുടങ്ങി. ഇനിയും കിഴക്ക് ദിശയിലേക്ക് സഞ്ചരിച്ചാൽ വളരെ അപകടകാരികളായ ശത്രുതാ മനോഭാവമുള്ള ഗോത്രവർഗ്ഗങ്ങളാണുള്ളതെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. മുന്നിലുള്ള ഗോത്രവർഗ്ഗങ്ങൾ തങ്ങളുടെ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്ന ആരെയും ശത്രുക്കളായി മാത്രമാണ് കരുതുക. അതുകൊണ്ട് തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തുക തന്നെ ചെയ്യും. അതായിരുന്നു അവരുടെ രീതിയും. പക്ഷേ ഫോസറ്റും സംഘവും ഈ മുന്നറിയിപ്പുകളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് തങ്ങളുടെ യാത്ര മുന്നോട്ട് നയിച്ചു. മുൻപ് നടത്തിയ പരിവേഷണ യാത്രകളിലും ഇതുപോലെയുള്ള മുന്നറിയിപ്പുകൾ ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും മുഖവിലക്കെടുക്കേണ്ടതില്ല എന്ന് അദ്ദേഹം കരുതി. ഇങ്ങനെയുള്ള ഗോത്രവർഗ്ഗങ്ങളോട് വളരെയധികം ആദരവുള്ള അദ്ദേഹം മുൻകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ രീതികൾ പോലെ തന്നെ വളരെ സൗഹൃദപരമായി നേരിടാൻ തീരുമാനിക്കുന്നു. മുൻപും ഇതുപോലെ വളരെ അപകടകരമായ പ്രദേശങ്ങളിലൂടെയുള്ള വർഷങ്ങളായുള്ള വിജയകരമായ യാത്രയിൽ നിന്നും അദ്ദേഹത്തിന് അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. മെയ് അവസാനത്തോടെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുതിര മരണപ്പെടുന്നു. കുതിര മരണപ്പെട്ട ഇടത്ത് അവർ ഒരു ക്യാമ്പ് സ്ഥാപിച്ചു. ഈ ക്യാമ്പിന് ഫോസറ്റ് ഡെഡ് ഹോഴ്സ് ക്യാമ്പ് എന്ന് പേരും നൽകി. ഈ ക്യാമ്പിൽ നിന്നും അവർ 3 പേരും കാൽനടയായി മുന്നോട്ട് യാത്ര തുടരാൻ തീരുമാനിക്കുന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് മൃഗങ്ങളെയും അതുവരെ സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെയും ഒക്കെ അവർ അവിടെ നിന്നും തിരികെ അയച്ചു. അതായത് ഇനിയുള്ള യാത്രകൾ അവർ 3 പേരും ഒറ്റയ്ക്കായിരിക്കും. മാത്രമല്ല ഇനിയുള്ള യാത്രകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തുകൾ ഭാര്യയ്ക്ക് കൈമാറാനും ഫോസറ്റിന് സാധിക്കില്ല. 1925 മെയ് 29-നാണ് ഫോസറ്റ് എഴുതിയ അവസാനത്തെ കത്ത് ഭാര്യയ്ക്ക് നൽകാനായി കൈമാറുന്നത്. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ യാത്ര അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പരാജയത്തെപ്പറ്റി ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്നും എന്തെങ്കിലും കാരണവശാൽ അവർ തിരിച്ചെത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നും ആ കത്തിൽ എഴുതിയിരുന്നു. അഥവാ ഞങ്ങൾ 3 പേരെയും കാണാതെയായാൽ ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും നടത്തരുത് എന്ന് കത്തിൽ അദ്ദേഹം കുറിച്ചിരുന്നു. അത് വളരെയധികം അപകടം വിളിച്ചു വരുത്തുമെന്നും ഞങ്ങളെ തിരഞ്ഞു വരുന്നവരുടെ ജീവൻ അപകടത്തിലാക്കാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നും കുറിച്ചിരുന്നു. ഈ കത്ത് അയച്ചതിന് ശേഷം പേഴ്സി ഫോസറ്റ്, ജാക്ക് റാലി റിമൽ തങ്ങളുടെ സാധനങ്ങൾ ചുമലിലേറ്റി ഇന്നുവരെ ആരും മാപ്പ് ചെയ്തിട്ടില്ലാത്ത ആമസോൺ വനാന്തരങ്ങളിലേക്ക് ലോസ്റ്റ് സിറ്റിയായ സെഡ് തേടി യാത്രയായി. അന്ന് ആമസോൺ കാടുകളിലേക്ക് യാത്ര തിരിച്ച ഈ 3 പേരെയും, അതായത് പേഴ്സി ഫോസറ്റ്, ജാക്ക് റാലി റിമൽ എന്നിവരെ പിന്നീട് പുറം ലോകം കണ്ടിട്ടില്ല. പതിനൊന്നായിരം വർഷങ്ങളായി ആമസോൺ വനാന്തരങ്ങളിൽ തദ്ദേശീയരായ ഗോത്രവർഗ്ഗങ്ങൾ വസിച്ചു വരുന്നുണ്ട്. പ്രാകൃതമായ ജീവിത രീതികൾ പിന്തുടർന്നു വരുന്നതിനൊപ്പം വളരെ വ്യത്യസ്തമായ പല ആമസോണിയൻ ഗോത്രങ്ങളും 40,000-ലധികം സസ്യ ഇനങ്ങളെക്കുറിച്ച് സങ്കീർണമായ അറിവുകൾ നേടുകയും അവയിൽ 20,000-ലധികം വരുന്ന ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങളെ വേർതിരിച്ചറിയുകയും അതിൽ മരുന്നുകളായി ഉപയോഗിക്കേണ്ടവ വേർതിരിച്ചറിയുകയും ചെയ്തു. ഈ കൂട്ടത്തിൽ മലേറിയയ്ക്ക് മരുന്നിനായി ഉപയോഗിക്കുന്ന ക്വനൈൻ, ആധുനിക ശാസ്ത്രത്തിൽ പോലും അനസ്തേഷ്യയ്ക്കായി ഉപയോഗിച്ചിരുന്ന ക്യുരാരി തുടങ്ങിയവ ഇതിൽ നിന്ന് വികസിപ്പിച്ചെടുത്തവയാണ്. യൂറോപ്യൻ രാജ്യങ്ങളുമായി ഒരു സമ്പർക്കവുമില്ലാതെ വളരെ സങ്കീർണമായ സാമൂഹിക സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നു. മൈലുകൾ വ്യാപിച്ചു കിടക്കുന്ന വിപുലമായ വ്യാപാര ശൃംഖലകൾ പോലും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ആമസോൺ കാടുകളിൽ നിലനിന്നിരുന്ന വന ജൈവ വൈവിധ്യങ്ങൾക്കൊന്നും ഒരു കോട്ടവും സംഭവിക്കാത്ത രീതിയിൽ വളരെ മെച്ചപ്പെടുത്തിയെടുത്ത സുസ്ഥിരമായ കാർഷിക രീതികൾ അവർ വികസിപ്പിച്ചെടുത്തു. എങ്കിലും ഈ ഗോത്രങ്ങൾക്കിടയിൽ പലതും ഒറ്റപ്പെട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരായിരുന്നു. മറ്റേതെങ്കിലും ഗോത്രവർഗ്ഗങ്ങളുള്ളവരെ മറ്റോ സംശയാസ്പദമായി കണ്ടാൽ നിഷ്കരുണം വധിക്കുക തന്നെയാണ് അവരുടെ രീതി. ഒരു തവണ ആമസോൺ കാടിനുള്ളിൽ പ്രവേശിച്ചാൽ പിന്നെ ആശയവിനിമയം നടത്തുക എന്നുള്ളത് അസാധ്യമാണെന്ന് ഫോസറ്റ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു മുൻപും അദ്ദേഹം നടത്തിയ യാത്രകളിൽ മാസങ്ങളോളം ഒരു കത്ത് പോലും അയക്കാതെ അപ്രത്യക്ഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമൊന്നും ഫോസറ്റിൻ്റെയും കൂട്ടാളികളുടെയും വിവരങ്ങൾ ലഭിക്കാഞ്ഞിട്ടും ഫോസറ്റിൻ്റെ ഭാര്യയായ നീന ടെൻഷനായില്ല. പക്ഷേ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. 1925 ഡിസംബറിൽ ക്രിസ്മസ് വരെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ കാത്തിരുന്നു. 1926 ആയപ്പോഴേക്കും നീനയുടെ മനസ്സിൽ ചെറിയ ആശങ്കകൾ വന്നു തുടങ്ങി. 1926 മധ്യത്തോടെ ഫോസറ്റിൻ്റെ യാത്രകളെപ്പറ്റി വാർത്തകൾ നൽകിയിരുന്ന പത്രങ്ങളിൽ പല വിധത്തിലുള്ള കഥകൾ മെനഞ്ഞു വരാൻ തുടങ്ങി. അക്രമാസക്തരായ ഗോത്രവർഗ്ഗങ്ങളാൽ അവർ കൊല്ലപ്പെടുകയോ ഏതെങ്കിലും രോഗങ്ങൾക്ക് കീഴടങ്ങിയതോ ആകാമെന്ന് വാർത്തകൾ വന്നു തുടങ്ങി. മാത്രമല്ല അവർ തേടിപ്പോയ ലോസ്റ്റ് സിറ്റി ഓഫ് സെഡ് കണ്ടെത്തിയെന്നും അവിടെ തന്നെ അവർ ജീവിതം തുടരുകയാണെന്നും ചില പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു. ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരമനുസരിച്ച് ഫോസറ്റ് അടക്കം 3 പേരും അവസാനമായി സമ്പർക്കം നടത്തിയത് കാലാപോളോ എന്ന ഗോത്രവർഗ്ഗത്തിൽ ഉള്ളവരുമായിട്ടാണ്. ഈ ഗോത്രവർഗ്ഗത്തിലെ കുടിലുകളിൽ കുറച്ചുനാൾ അവർ താമസിച്ച് അവിടെ നിന്ന് മുന്നോട്ട് പോകേണ്ട യാത്രയ്ക്കായി തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. പക്ഷേ ആമസോൺ വനാന്തരങ്ങളുടെ കൂടുതൽ ഉൾഭാഗത്തേക്ക്, അതായത് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഗോത്രവർഗ്ഗങ്ങൾ വസിക്കുന്ന ഇടത്തേക്ക് അവർ യാത്ര തുടർന്നു. പിന്നീട് ഫോസറ്റിനെയും സംഘത്തെയും അന്വേഷിച്ചു വന്നവരോട് അന്നത്തെ കാലാപോളോ ഗോത്രവർഗ്ഗത്തിന്റെ തലവനായിരുന്ന വാജുവിയാണ് ഈ വിവരങ്ങൾ പങ്കിടുന്നത്. വാജുവി ഈ സംഘത്തോട് മുന്നോട്ട് യാത്ര ചെയ്യരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. എങ്കിലും ഫോസറ്റും സംഘവും അവരുടെ വാക്കുകൾ കേട്ടില്ല. അല്പമെങ്കിലും പുറംലോകവുമായി ബന്ധമുള്ള ഗോത്രവർഗ്ഗക്കാരായിരുന്നു കാലാപോളോ.
അവിടെ നിന്ന് മുന്നോട്ടുള്ള ഗോത്രവർഗ്ഗങ്ങളൊക്കെ തന്നെ ഒറ്റപ്പെട്ടതും പുറത്തുനിന്ന് വരുന്നവരോട് ശത്രുതാ മനോഭാവമുള്ളവരും വളരെ പ്രാകൃതരുമാണ്. കാലാപോളോ എന്ന പുറം ലോകവുമായി അല്പം മാത്രം ബന്ധമുള്ള ഗോത്രവർഗവുമായി പോലും മുന്നോട്ടുള്ള ഗോത്രവർഗ്ഗങ്ങൾ ശത്രുത വെച്ചു പുലർത്തിയിരുന്നു. കാലാപോളോയിൽ നിന്നും യാത്രയായ ശേഷം തുടർച്ചയായി 5 രാത്രികളിൽ അവർ ക്യാമ്പ് ചെയ്തു എന്ന് കരുതുന്ന ഇടങ്ങളിൽ നിന്നും അവർ തെളിച്ച തീയുടെ വെളിച്ചം കണ്ടതായി കാലാപോളോ ഗോത്രത്തിലെ ചിലർ പറയുന്നു. പിന്നീട് തീ കത്തുന്ന വെളിച്ചം കണ്ടില്ല എന്നും 6ാമത്തെ ദിവസം അമ്പുകൾ എയ്യുന്ന ശബ്ദവും ആക്രോശങ്ങളും അമ്പേറ്റ് മനുഷ്യൻ വീഴുന്നതുമൊക്കെ അവിടെയുള്ളവരിൽ ചിലർ അഭിനയിച്ച് കാണിച്ചു. ഇത് അർത്ഥമാക്കുന്നത് ഒരു പക്ഷേ ഫോസറ്റും സംഘവും അവരുടെ പ്രദേശം വിട്ടയുടൻ തന്നെ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ്. ആമസോണിലേക്ക് കടന്നു ചെന്ന ഫോസറ്റും സംഘത്തിനും എന്ത് സംഭവിച്ചു എന്നതിന് ആദ്യം ലഭിച്ച ഉത്തരമായിരുന്നു ഇത്. പക്ഷേ ഇത് തന്നെയാണോ സംഭവിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഒരിക്കലും അതെ എന്ന് ഉത്തരം പറയാൻ സാധിക്കില്ല. അവരെ കാണാതെ പോയതിന് പിന്നിൽ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. അതിൽ ഒന്നാമത്തേത് കാലാപോളോ ഗോത്രത്തിന് കിഴക്ക് ഭാഗത്തുള്ള ഒറ്റപ്പെട്ട ഗോത്രവർഗ്ഗക്കാരാണ് അവരെ വധിച്ചത് എന്ന് തന്നെയാണ്. രണ്ടാമത്തേത് ആമസോൺ കാടുകളിൽ വെച്ച് പട്ടിണി മൂലമോ അല്ലെങ്കിൽ പിടിപെട്ട ഏതെങ്കിലും രോഗം മൂലമോ അവർ മരണപ്പെട്ടു എന്നതായിരുന്നു. മൂന്നാമത്തേത് ഏതെങ്കിലും മൃഗങ്ങളുടെ ആക്രമണത്തിലോ വെള്ളപ്പൊക്കം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ മൂലമോ അവർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു. നാലാമത്തേത് അവർ അന്വേഷിച്ചു ചെന്ന ലോസ്റ്റ് സിറ്റിയായ സെഡ് അവർ കണ്ടെത്തിയെന്നും അവർ അവിടെ തന്നെ ജീവിതം തുടരാൻ തീരുമാനിച്ചു എന്നുമായിരുന്നു. അഞ്ചാമത്തേത് സെഡ് സിറ്റി കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പരാജിതരായി സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാനുള്ള നാണക്കേട് കൊണ്ട് ഒളിവ് ജീവിതം നയിക്കുകയാണ് എന്നായിരുന്നു. ഏതെങ്കിലും കാരണവശാൽ തങ്ങളെ കാണാതായാൽ ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്തരുത് എന്ന് ഫോസറ്റ് കത്തുകളിലൂടെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഫോസറ്റിന്റെ പ്രശസ്തിയും നേടിയ നേട്ടങ്ങളും ജനസമ്മതിയും ഒക്കെ ഈ തിരോധാനത്തിന് പിന്നിലെ ദുരൂഹത ഇല്ലാതെയാക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിർബന്ധിതരായി. ഉടൻ തന്നെ അന്വേഷണ സംഘങ്ങളെ അയക്കാൻ ബ്രിട്ടീഷ് സർക്കാർ അനുമതി നൽകി. 1928 അമേരിക്കൻ പരിവേഷകനായ ജോർജ് മില്ലർ ഡയറ്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെയാണ് ആദ്യത്തെ തിരച്ചിൽ സംഘമായി അയക്കുന്നത്. അങ്ങനെ 1928 ഫോസറ്റും സംഘവും സഞ്ചരിച്ച വഴികളിലൂടെ യാത്രയായ ജോർജ് മില്ലറും സംഘവും ചെന്നെത്തിയത് കാലാപോളോ എന്ന ഗോത്രത്തിൽ തന്നെയായിരുന്നു. അക്രമാസക്തരായ ഗോത്രവർഗത്താൽ ഫോസറ്റ് ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു എന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയതായി അദ്ദേഹം അവകാശപ്പെടുന്നു. ഇതിന് തെളിവായി ഫോസറ്റിന്റെ മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങളുമായിട്ടാണ്, അതായത് എല്ലുകളുമായിട്ടാണ് ജോർജ് മില്ലറും സംഘവും തിരികെ എത്തിയത്. എന്നാൽ അന്നത്തെ സാധ്യമായ വിദഗ്ധ പരിശോധനയിൽ അദ്ദേഹം കൊണ്ടുവന്ന എല്ല് ഒരു യൂറോപ്യൻ്റേതല്ലെന്നും ആഫ്രിക്കൻ ഗോത്രവർഗത്തിൽപ്പെട്ട ഏതോ വ്യക്തിയുടേതാണെന്നും തെളിയിക്കപ്പെട്ടു. ഇതോടെ നിഗൂഢതയുടെ ഉത്തരവുമായി വന്ന ജോർജ് മില്ലറുടെ വാദങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞു. വരും വർഷങ്ങളിൽ ഇതുപോലെയുള്ള ഒരുപാട് പേർ ഫോസറ്റിന്റെ തിരോധാനത്തിന് പിന്നിലെ രഹസ്യങ്ങൾ അന്വേഷിച്ചു പോവുകയും ഉത്തരമെന്ന വണ്ണം പല പല തെളിവുകളുമായി അവർ തിരികെ വരികയും ചെയ്തു. വലിയ ആവേശത്തോടെയാണ് ആളുകൾ ഇതൊക്കെ കണ്ടത് എങ്കിലും എല്ലാം മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടിയുള്ള കെട്ടിച്ചമച്ച ശ്രമങ്ങൾ മാത്രമായിരുന്നു എന്ന് തെളിയുന്നു. ഫോസറ്റിനെയും സംഘത്തെയും തിരഞ്ഞു പോകുന്നത് സാഹസിക യാത്രകൾ നടത്തുന്ന യുവാക്കളിൽ ഒരു ആവേശമായി മാറി. 1928 1996 ഇടയിൽ ഫോസറ്റിന് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനും അദ്ദേഹം തേടിപ്പോയ സെഡ് നഗരം കണ്ടെത്താനുമായി നടത്തിയ 13-ലധികം പരിവേഷണങ്ങളിൽ നിന്നായി 100-ലധികം മനുഷ്യർക്ക് ജീവൻ നഷ്ടമായി. ഫോസറ്റും സംഘവും കാണാതായതുപോലെ തന്നെ പിന്നീട് അവരെ തിരിഞ്ഞുപോയ പല സംഘങ്ങളും പൂർണ്ണമായും അപ്രത്യക്ഷമായി. മറ്റു ചിലർ രോഗങ്ങളാലോ മൃഗങ്ങളുടെ ആക്രമണത്താലോ ഗോത്രവർഗ്ഗങ്ങളുടെ ആക്രമണത്താലോ കൊല്ലപ്പെട്ടു. 1932 ഒരു സ്വിസ് വേട്ടക്കാരനായ സ്റ്റീഫൻ റാറ്റർ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നു. വേട്ട നടത്തുന്നതിനിടയിൽ സ്റ്റീഫൻ റാറ്റർ ഒരു ഗോത്രവർഗ്ഗക്കാരുടെ പിടിയിലായെന്നും അവിടെ ബന്ധിയാക്കി വെച്ചിരിക്കുന്നതിനിടയിൽ ഗോത്രവർഗ്ഗത്തിലുള്ള ഒരാളുടെ കയ്യിൽ ഫോസറ്റ് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ അദ്ദേഹം കണ്ടു എന്നും അവകാശപ്പെട്ടു. മാത്രമല്ല ഫോസറ്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകനോ എന്ന് സംശയമുള്ള താടിയൊക്കെ വളർത്തിയ ഒരു വെള്ളക്കാരനെ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ അവരിൽ ഒരാളായി ജീവിക്കുന്നത് സ്റ്റീഫൻ റാറ്റർ കണ്ടു എന്ന് അവകാശപ്പെട്ടു. അതുപോലെ 1951 പ്രശസ്തനായ ബ്രസീലിയൻ പരിവേഷകനായ ഓർലാൻഡോ വിസ് ബോവാസ് ഫോസറ്റിനെ കൊന്ന് അദ്ദേഹത്തിന്റെ തലയോട്ടി കൊണ്ട് ഒരു ഗോത്രവർഗം നിർമ്മിച്ചു എന്ന് പറയുന്ന പാത്രവുമായി രംഗത്ത് വന്നു. പക്ഷേ അതും പിന്നീട് വ്യാജമാണെന്ന് തെളിഞ്ഞു. 1951 ഫോസറ്റിന്റെ മകനായ ജാക്ക് എന്ന് അവകാശപ്പെട്ട ഒരാളുമായുള്ള അഭിമുഖം ഒരു പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നു. വളരെ കാഠിന്യം നിറഞ്ഞ യാത്രയിൽ തന്റെ പിതാവും സുഹൃത്തും മരണപ്പെട്ടു എന്നും താൻ മാത്രമാണ് ജീവനോടെ അതിജീവിച്ചത് എന്നും അയാൾ ഈ അഭിമുഖത്തിൽ പറയുന്നു. ഈ വാർത്ത വളരെയധികം പ്രചാരം നേടിയെടുത്തു. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഈ യുവാവിനെ തിരഞ്ഞിറങ്ങി. പക്ഷേ അയാളെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ആയില്ല. മാത്രമല്ല പിന്നീട് അങ്ങനെ ഒരാളെ പറ്റി ഒരറിവും ഉണ്ടായതുമില്ല. ഇങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങളും ഫോസറ്റിന്റെയും സംഘത്തിന്റെയും തിരോധാനത്തിന് പിന്നിലുള്ള നിഗൂഢതയെ കൂടുതൽ ആഴങ്ങളിലേക്ക് എത്തിച്ചു. ഒരുപാട് മനുഷ്യർ അദ്ദേഹത്തെ തേടിയിറങ്ങി.
അതിൽ ഒരുപാട് പേരുടെ ജീവനുകൾ നഷ്ടമായി. എന്നിട്ടും അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു തെളിവും ലഭ്യമായില്ല. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ഫോസറ്റിന്റെ ഭാര്യ നീന പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല. വർഷങ്ങളോളം അവർ ഫോസറ്റിന്റെ തിരിച്ചുവരവിനായി കാത്തിരുന്നു. അദ്ദേഹത്തെ തേടിപ്പോകുന്നവർക്കായുള്ള സഹായങ്ങളും അവർ ചെയ്തു പോന്നു. തന്റെ ഭർത്താവും മകനും മരണപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല. മറിച്ച് ഏതെങ്കിലും ഒരു ഗോത്രവർഗത്തിനിടയിൽ അവർ സുരക്ഷിതനായി ജീവിച്ചിരിക്കുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അവർ അന്വേഷിച്ചു പോയത് അവർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും അവർ തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നും നീന വിശ്വസിച്ചിരുന്നു. തന്റെ ഭർത്താവിനും മകനും എന്താണ് സംഭവിച്ചതെന്ന സത്യം തിരിച്ചറിയാൻ അവർക്കായില്ല. 1954 നീന മരണപ്പെടുന്നു. പിന്നീട് ഫോസറ്റിന്റെ തിരോധാനത്തെ പറ്റിയുള്ള ഒരു അന്വേഷണം ഔദ്യോഗികമായി നടത്തുന്നത് 1996 ബ്രസീലിലെ ഒരു സാമ്പത്തിക വിദഗ്ധനായ ജെയിംസ് ലഞ്ചിന്റെ നേതൃത്വത്തിലാണ് ഈ യാത്ര നടത്തിയത്. അന്നുണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ആധുനികമായ സാങ്കേതിക വിദ്യകളും സമഗ്രമായ ചരിത്ര ഗവേഷണവും ഒക്കെ ഉപയോഗിച്ച് വളരെ സജ്ജമായി തന്നെയാണ് ഈ സംഘം യാത്ര തുടങ്ങിയത്. മുൻകാലങ്ങളിൽ നടത്തിവന്ന ശ്രമങ്ങളിൽ വെച്ച് ഈ ശ്രമം എല്ലാ സത്യവും പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചു. അത്രയ്ക്ക് സൂക്ഷ്മമായി ആസൂത്രണം ചെയ്തു തന്നെയായിരുന്നു ജെയിംസ് ലിഞ്ചിന്റെ ഈ പര്യവേഷണ യാത്ര. ഫോസറ്റിന്റെ യാത്രയിൽ നിന്നും തുടക്കം മുതൽ ലഭിച്ച എല്ലാ കത്തുകളും സമാഹരിച്ച ശേഷം അദ്ദേഹം യാത്ര ചെയ്ത എല്ലാ കോണുകളും വളരെ വിശദമായി പഠിച്ചും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സ്ഥലങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ വരെ ശേഖരിച്ചതിന് ശേഷമാണ് അദ്ദേഹം യാത്ര തുടങ്ങിയത്. വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഭൂപടങ്ങൾ, മെഡിക്കൽ സാമഗ്രികൾ, ആയുധങ്ങൾ, അവർക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ എല്ലാം അവർ കരുതിയിരുന്നു. ഇതിനു മുൻപ് അന്വേഷണം നടത്തി പോയവരെ പോലെ ഫോസറ്റ് തിരഞ്ഞുപോയ ലോസ്റ്റ് സിറ്റി സെഡ് തേടിപ്പോകണം എന്ന ലക്ഷ്യം ഒരിക്കലും ജെയിംസ് ലിഞ്ചിന് ഉണ്ടായിരുന്നില്ല. മറിച്ച് ഫോസറ്റും സംഘവും നടത്തിയ യാത്രയിൽ അദ്ദേഹം സഞ്ചരിച്ച വഴികളിൽ ആശയവിനിമയം നടത്തിയ ഗോത്രവർഗ്ഗങ്ങളുമൊക്കെ സന്ദർശിച്ചുകൊണ്ട് കഴിയുന്നത്ര വിവരശേഖരണം നടത്താൻ അദ്ദേഹം ശ്രമം നടത്തി. അങ്ങനെ വിവരശേഖരണമൊക്കെ നടത്തി യാത്ര ചെയ്ത ജെയിംസ് ലിഞ്ചും സംഘവും അവസാനം ചെന്നെത്തിയത് കാലാപോളോ എന്ന ഗോത്ര ഗ്രാമത്തിൽ തന്നെയായിരുന്നു. ഫോസറ്റ് ആ ഗ്രാമം വിട്ടതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി ഒരു സമഗ്രമായ അന്വേഷണം അവർ നടത്തി. കാലാപോളോ എന്ന ഗോത്രഗ്രാമത്തിൽ വളരെ സുരക്ഷിതരായിരുന്ന ഫോസറ്റും സംഘവും മുന്നോട്ട് പോകരുത് എന്ന മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് അജ്ഞാതമായ ആമസോൺ വനത്തിലേക്ക് യാത്ര തുടർന്നു. യാത്രയായതിനു ശേഷം 5 രാത്രികളിൽ അവർ തെളിച്ച ക്യാമ്പിലെ വെളിച്ചം കാലാപോളോ ഗോത്രഗ്രാമത്തിലുള്ളവർ കണ്ടിരുന്നു എന്ന് വ്യക്തമായി. പിന്നീട് വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷം ജെയിംസ് ലഞ്ച് ഒരു നിഗമനത്തിലെത്തി. കാലാപോളോ വിട്ടതിനു ശേഷം വനത്തിനുള്ളിലെ അക്രമാസക്തരായ ഗോത്രത്താൽ ഫോസറ്റ്, ജാക്ക്, റാലി റിമ്മർ എന്നിവർ കൊല്ലപ്പെട്ടു എന്ന നിഗമനത്തിൽ അദ്ദേഹം എത്തി. ഒന്നുകിൽ അവർ ഗോത്രവർഗത്തിന്റെ മുന്നിൽ ചെന്നപ്പെട്ടതാകാം, അതല്ലെങ്കിൽ അവർ പതിയിരുന്ന് ആക്രമിച്ചതാകാം. അതുമല്ലെങ്കിൽ ഒരു സാധ്യതയുള്ളത് നിരായുധരായി ഗോത്രവർഗങ്ങളെ സമീപിക്കുന്ന ഫോസറ്റിന്റെ രീതി അവരെ അപകടത്തിൽ കൊണ്ടെത്തിച്ചതാകാം. ആയുധങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള അവസരം ലഭിച്ചും കാണില്ല. സ്വന്തം ഗ്രാമപ്രദേശം സംരക്ഷിക്കുന്ന ഗോത്രാംഗങ്ങളുടെ കൈകളാൽ അവർ വളരെ മൃഗീയമായി കൊല്ലപ്പെട്ടതാകാമെന്ന നിഗമനത്തിൽ ജെയിംസ് ലഞ്ച് എത്തി. അന്നുവരെ നടത്തിയ അന്വേഷണങ്ങളിൽ ഏറ്റവും വിശ്വസനീയമായ വിവരണം ഇതായിരുന്നു. എങ്കിലും ഈ വിവരണത്തിലും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. ഫോസറ്റും സംഘവും ഇങ്ങനെ മരണപ്പെട്ടു എങ്കിൽ അവരുടെ മൃതദേഹം അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച വസ്തുക്കൾ ഒന്നും തന്നെ എന്തുകൊണ്ട് ഇതുവരെ കണ്ടെടുക്കാൻ സാധിച്ചില്ല? ഫോസറ്റ് കടന്നു ചെന്ന എല്ലാ ഗോത്രങ്ങൾക്കും അദ്ദേഹം സമ്മാനങ്ങൾ നൽകിയിരുന്നു. ഇതൊക്കെ തന്നെ പിന്നീട് പോയ അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അവർ മരണപ്പെട്ടുവെങ്കിൽ എന്തുകൊണ്ട് അവർ ഉപയോഗിച്ച വസ്തുക്കളും അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളും ഒന്നും തന്നെ കണ്ടെത്താനോ അവരുടെ ശരീരഭാഗം കണ്ടെത്താനോ സാധിച്ചില്ല എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ നിലനിന്നു. എങ്കിലും അതിനുത്തരമായി ജെയിംസ് ലഞ്ച് പറഞ്ഞത് അവരുടെ മൃതദേഹവും അവർ ഉപയോഗിച്ച സാധനങ്ങളും ഒക്കെ തന്നെ ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിൽ സംസ്കരിച്ചതാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അതല്ലെങ്കിൽ പുറത്ത് ആർക്കും അറിയാത്ത ഗോത്രാചാരങ്ങൾ അനുസരിച്ച് അവയൊക്കെ നശിപ്പിക്കപ്പെട്ടിരിക്കാം എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഈ അടയാളങ്ങളൊന്നും തിരിച്ചു ലഭിക്കാത്തതിൻ്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊന്ന് ആമസോൺ കാടിൻ്റെ സവിശേഷതയാണ്. മനുഷ്യനിർമ്മിതമായ എല്ലാ വസ്തുക്കളെയും വളരെ പെട്ടെന്ന് നശിപ്പിക്കുന്ന, മൂടപ്പെടുന്ന അല്ലെങ്കിൽ മായ്ച്ചു കളയുന്ന വനത്തിൻ്റെ അസാധാരണമായ രീതിയാണ്. ആമസോൺ മഴക്കാടുകൾക്ക് മാസങ്ങൾ കൊണ്ട് തന്നെ പൂർണ്ണമായും മനുഷ്യനിർമ്മിത വസ്തുക്കളിൽ പടർന്നു പിടിക്കാനും അതിനെ ആഗിരണം ചെയ്ത് നശിപ്പിക്കാനുമുള്ള കഴിവുണ്ട്. മാത്രമല്ല ആമസോൺ കാട്ടിലെ അസാധാരണമായ ചൂടും ഈർപ്പവും ജൈവവസ്തുക്കളെ വിഘടിപ്പിക്കാൻ കഴിയുന്ന എണ്ണമറ്റ ജീവികളുടെ സാന്നിധ്യവും ലോഹനിർമ്മിത വസ്തുക്കളെ പോലും വളരെ പെട്ടെന്ന് വിഘടിപ്പിക്കാൻ സാധിക്കുന്നു. കല്ലുകൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വള്ളികളും പായലുകളും കൊണ്ട് മൂടിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരം വളരെ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇതിനിടയിലും ആമസോൺ തദ്ദേശവാസികളുടെ അഭിപ്രായ പ്രകാരം കാട്ടിൽ വഴിതെറ്റി പല വിധത്തിലുള്ള രോഗത്താലും പട്ടിണിയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപകടത്താലും മരണപ്പെട്ടാലും അവരുടെ ശരീരം തിരിച്ചു കിട്ടുക എന്നത് അസംഭവ്യമായ കാര്യം എന്ന് തന്നെയാണ്. വളരെയധികം പരിചയസമ്പത്തും പരിജ്ഞാനവും ഒക്കെയുള്ള പരിവേഷകരായാൽ കൂടി ആമസോൺ കാടുകളിൽ മരണപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ശരിയായ വസ്ത്രത്തിൻ്റെ കുറവ്, ജലജന്യ ജീവികളും പ്രാണികളും പകരുന്ന രോഗങ്ങൾ, ചെറിയ ചെറിയ പരിക്കുകൾ, ഇവയൊക്കെ വളരെ പെട്ടെന്ന് അണുബാധയ്ക്ക് കാരണമാവുകയും
അവരുടെ മരണത്തിന് ഇടയാക്കുകയും ചെയ്യുന്നു. ആമസോൺ ഗോത്രഗ്രാമങ്ങളിൽ വസിക്കുന്നവർക്കൊപ്പം ഒന്നിൽ കൂടുതൽ വെള്ളക്കാരെ ഈ കാലയളവിൽ കണ്ടതായി പലരും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഫോസറ്റും സംഘവും ചെന്നെത്തിയ ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ അവർ അവരുടെ ജീവിതം ജീവിക്കാൻ തീരുമാനിച്ചിരിക്കാമെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. നിഗൂഢതയിലേക്കുള്ള ഫോസറ്റിന്റെ അമിതമായ താല്പര്യം ഇങ്ങനെയൊരു ജീവിതം അദ്ദേഹം നയിക്കാൻ സാധ്യതയുണ്ടെന്നും കരുതപ്പെടുന്നു. ഫോസറ്റിന്റെ തിരോധാനത്തോടെ ലോസ്റ്റ് സിറ്റി ഓഫ് സെഡ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ചരിത്രകാരന്മാർക്കും പുരാവസ്തു ഗവേഷകർക്കും ഒരിക്കലും ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ പറയുന്നത് ഫോസറ്റിന്റെ സിദ്ധാന്തങ്ങൾ തെറ്റായിരുന്നു എന്നാണ്. കാരണം ഒരിക്കലും സങ്കീർണമായ ഒരു വലിയ നാഗരികതയെ ഉൾക്കൊള്ളാനോ അങ്ങനെയൊരു നഗരം നിലനിൽക്കാനോ സാധ്യമായ ഒരിടമായിരുന്നില്ല ആമസോൺ എന്നുള്ളതാണ്. ആമസോൺ എന്നും ഒരു പ്രാകൃതമായ വനം തന്നെയായിരുന്നു. യൂറോപ്യന്മാരുടെ വരവ് വരെ മനുഷ്യന്റെ വികസനം അവിടെ ഒരു തരത്തിലും നടന്നിരുന്നില്ല. എന്നാലും 1970 ശേഷം ഈ രീതിയിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. മനുഷ്യന്റെ കടന്നുകയറ്റത്തിൽ വനനശീകരണം തുടങ്ങിയതോടെ മുൻപ് മൺമറഞ്ഞുപോയ അത്ഭുതകരമായ നിർമ്മിതികളുടെ തെളിവുകൾ കണ്ടെത്തി തുടങ്ങി. കൊളംബിയൻ കാലഘട്ടത്തിന് മുൻപുണ്ടായിരുന്ന മനുഷ്യന്റെ വാസസ്ഥലങ്ങൾ പുറത്തു വന്നു. 2003 പുരാവസ്തു ഗവേഷകനായ മൈക്ക് ഹൈൻസ്ബർഗർ ഫോസറ്റ് അപ്രത്യക്ഷമായ സ്ഥലത്തിന് വളരെ അടുത്തുള്ള അപ്പർ ഷിങ്കു മേഖലയിൽ വളരെ പുരാതനമായ വിപുലമായ രീതിയിൽ നിർമ്മിച്ച മനുഷ്യനിർമ്മിതികൾ കണ്ടെത്തി. ഇത് വിപ്ലവകരമായ ഒരു സംഭവമായിരുന്നു. വളരെ ആസൂത്രിതമായി സൗകര്യപ്രദമായ രീതിയിൽ നിർമ്മിച്ച വാസസ്ഥലങ്ങൾ, അവ തമ്മിൽ ബന്ധിക്കുന്ന വിപുലമായ റോഡുകൾ, ജലം കടത്തിക്കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ, വൻതോതിൽ നടത്തി വന്നിരുന്ന കൃഷിയിടങ്ങളുടെ തെളിവുകൾ, ശത്രുക്കൾ കടന്നു വരാതിരിക്കാൻ വേണ്ടി നിർമ്മിച്ചിരുന്ന കിടങ്ങുകൾ, ഇതൊക്കെയുള്ള ഒരു പ്രീ കൊളംബിയൻ നഗരനിർമ്മിതിയുടെ തെളിവുകൾ മൈക്കിൾ ഹൈൻസ്ബർഗർ കണ്ടെത്തുന്നു. ഇവ ചെറുഗ്രാമങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് 1000 മനുഷ്യർ വരെ പാർത്തിരുന്ന ഒരു വലിയ ശൃംഖല തന്നെയായിരുന്നു. ഭൂപ്രകൃതിയെ തന്നെ കൈകാര്യം ചെയ്തിരുന്ന സംഘടിതമായ സമൂഹങ്ങളായിരുന്നു ഇവയെന്നും മൈക്കിൾ ഹൈൻസ്ബർഗർ വിശദീകരിക്കുന്നു. ബ്രസീലിന്റെ ഈ ഭാഗത്തു നിന്നും കണ്ടെത്തലുകൾ നടന്നുകൊണ്ടേയിരുന്നു. ഇതിൽ ഭീമൻ പാറ്റേണിൽ നിർമ്മിച്ച മതിലുകൾ, 450-ലധികം വരുന്ന മണ്ണിൽ നിർമ്മിച്ച നിർമ്മിതികൾ വരെ ഗവേഷകർ കണ്ടെത്തി. ആമസോൺ കാടുകളിലുടനീളം പുരാതന ജനത നിർമ്മിച്ച സൃഷ്ടികൾ ഇന്നും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ ഫോസറ്റ് തിരികെ വരാത്തതിന്റെ പ്രധാന കാരണമായി ഇതിനെ പലരും കാണുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വന്നു. 512 എന്ന കയ്യെഴുത്ത് പ്രതിയിൽ പ്രതിപാദിക്കുന്ന ഇടം അദ്ദേഹം കണ്ടെത്തിയിട്ടില്ലായിരിക്കാം. പക്ഷേ ആമസോൺ കാട്ടിനുള്ളിൽ വികസിതമായ നാഗരികതകൾ നിലനിന്നിരുന്നു എന്നതിന് ഇപ്പോൾ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. അവർക്ക് വലിയ നിർമ്മിതികൾ നിർമ്മിക്കാൻ, വലിയ ജനസംഖ്യയെ ഉൾക്കൊള്ളാൻ ഒക്കെ കഴിയുമായിരുന്നു. ഇതിൽ ഏറ്റവും അത്ഭുതകരമായി നമുക്ക് തോന്നാൻ സാധ്യതയുള്ളത് ലോസ്റ്റ് സിറ്റി ഓഫ് സെഡ് ഉണ്ടെന്ന് ഫോസറ്റ് വിശ്വസിച്ചിരുന്ന ഇടത്തു നിന്നുമാണ് ഈ കണ്ടെത്തലുകളൊക്കെ നടത്തിയത്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ പുരാവസ്തുശാസ്ത്രം കണ്ടെത്തുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് തൻ്റെ സിദ്ധാന്തങ്ങളെ സാധൂകരിക്കുന്നതിൻ്റെ തെളിവിനായിട്ടുള്ള അന്വേഷണത്തിനിടയിലാണ് അദ്ദേഹം അപ്രത്യക്ഷനാകുന്നത്. പല ചരിത്രകാരന്മാരുടെയും ഇന്നത്തെ വിലയിരുത്തലുകൾ അനുസരിച്ച് യൂറോപ്യന്മാർ കടന്നു വരുന്നതിന് മുൻപ് ആമസോൺ വനങ്ങളിൽ പരസ്പര ബന്ധിതമായ ഒരു വലിയ മനുഷ്യ സമൂഹം ജീവിച്ചിരുന്നു എന്നാണ്. 8 മുതൽ 10 ദശലക്ഷം മനുഷ്യരെ വരെ ഉൾക്കൊള്ളുന്നവയായിരുന്നു ഈ മനുഷ്യനിർമ്മിതികൾ. യൂറോപ്യൻ പരിവേഷകരുടെ കടന്നുവരവോടെ അവരിൽ നിന്നും പകർന്നു പിടിച്ച പകർച്ചവ്യാധിയിൽ ഈ വനാന്തരങ്ങളിലെ ജനസംഖ്യയുടെ 95% തുടച്ചു നീക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അവരുടെ നിർമ്മിതികളും കൃഷിയിടങ്ങളും റോഡുകളും പൂർണ്ണമായും പ്രകൃതി തിരിച്ചുപിടിച്ചു. നൂറ്റാണ്ടുകളായി ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് ഈ സമൂഹങ്ങൾ ഒരിക്കലും നിലനിന്നിരുന്നില്ല എന്നാണ്. പക്ഷേ ചില പുരാവസ്തു ഗവേഷകരുടെ കണ്ടുപിടുത്തങ്ങൾ ഈ വിശ്വാസത്തെയൊക്കെ തച്ചുടയ്ക്കുന്നതായിരുന്നു. ഫോസറ്റ് ആമസോണിൽ അപ്രത്യക്ഷനായി ഏകദേശം 1 നൂറ്റാണ്ടിന് ശേഷവും അദ്ദേഹത്തിന്റെ കഥ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് ബുക്കുകളും സിനിമകളും ഡോക്യുമെന്ററികളും അദ്ദേഹത്തിന്റെ ഈ യാത്രയെ മുൻനിർത്തി നിർമ്മിക്കപ്പെട്ടു. ഡേവിഡ് ഗ്രാൻഡ് 2009 എഴുതി പുറത്തിറക്കിയ ബുക്കായ ദ ലാസ്റ്റ് സിറ്റി ഓഫ് സെഡ് വൻതോതിൽ വിറ്റഴിച്ച പുസ്തകമായിരുന്നു. ഈ പുസ്തകം 2016 സിനിമയായി പുറത്തിറങ്ങുകയും ചെയ്തു. ഇത് ഫോസറ്റിന്റെ യാത്രയും തിരോധാനവും പുതിയ തലമുറ അറിയാൻ കാരണമായി. ഇന്നും ഫോസറ്റിന്റെ യാത്രയുടെ അവസാനം അദ്ദേഹത്തിനും ജാക്കിനും റാലി റെമറിനും എന്താണ് സംഭവിച്ചത് എന്നും ആർക്കും അറിയില്ല. അമിതമായ ആത്മവിശ്വാസവും മുന്നറിയിപ്പുകൾ അവഗണിച്ചതുമൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തെ അപകടത്തിൽ കൊണ്ടെത്തിച്ചിരിക്കാം. വളരെ ചെറിയ ഗ്രൂപ്പുമായി യാത്ര ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ തെറ്റായി മാറിയിരിക്കാം. ആമസോൺ വനം തന്നെ അവരെ ചതിച്ചിരിക്കാം. ഫോസറ്റിന്റെ അസാധാരണമായ അതിജീവന കഴിവുകൾ പോലും തോറ്റുപോയിരിക്കാം. പതിറ്റാണ്ടുകൾക്കിപ്പുറം ആധുനിക ജനത കണ്ടെത്തിയ തെളിവുകൾ ഫോസറ്റ് അന്നേ കണ്ടെത്തിയത് കൊണ്ടായിരിക്കാം ഈ യാത്ര നടത്താൻ അദ്ദേഹം തയ്യാറായത്. ഫോസറ്റ് പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്ന് പിൽക്കാലത്ത് ബ്രസീലിലെ പ്രമുഖ പുരാവസ്തു ഗവേഷകനായ ഡോക്ടർ എഡ്വേർഡോ നേവിസ് പറയുന്നുണ്ട്. വളരെ കുറഞ്ഞ ചിലവിൽ അജ്ഞാതമായ പ്രദേശത്തേക്കുള്ള ചെറിയ പരിവേഷണ യാത്രകളുടെ യുഗം അവസാനിച്ചത് ഫോസറ്റിന്റെ ഈ യാത്രയോടുകൂടിയാണ്. എന്തു തന്നെയായാലും സെഡ് എന്ന ലോസ്റ്റ് സിറ്റി ഇപ്പോഴും കാണാമറയത്ത് തന്നെ തുടരുന്നു. മാത്രമല്ല ഫോസറ്റിന്റെ ഈ യാത്ര കാരണം
ആമസോണിൻ്റെ തദ്ദേശീയമായ അറിവുകൾ എന്നേക്കുമായി നഷ്ടപ്പെടുന്നതിന് മുൻപ് സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത നമ്മെ മനസ്സിലാക്കി തന്നു. പച്ച നിറഞ്ഞ നിഗൂഢമായ ആമസോൺ കാടുകളിൽ അപ്രത്യക്ഷനായ ഫോസറ്റിൻ്റെ മൃതദേഹം ഒരിക്കലും കണ്ടെത്താനായില്ല. നിഗൂഢതയും സാഹസികതയും നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കഥ ഇന്നും നമ്മളിൽ ജീവിച്ചിരിക്കുന്നു. ആമസോൺ കാടിൻ്റെ ഏതോ ഒരു കോണിൽ അവർക്ക് എന്ത് സംഭവിച്ചു എന്നതിൻ്റെ ഉത്തരം മറഞ്ഞിരിക്കുന്നുണ്ടാകാം. ഫോസറ്റ് കണ്ടെത്താൻ ശ്രമിച്ച സെഡ് എന്ന നഗരം പോലെ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.